നോമ്പിൻ്റെ 9-ാം ദിവസത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. ഇന്ന് നമുക്ക് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 28 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിലെ യേശുവിൻ്റെ ആശ്വാസ വചസ്സുകൾ ധ്യാനിക്കാം. ഈ തിരുമൊഴികളെ 3 ഭാഗങ്ങളായി തിരിച്ച് നമുക്ക് ധ്യാന വിഷയമാക്കാം. 1. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന യേശുവിൻ്റെ വാക്കുകൾ. പലവിധമായ ജീവിത ഭാരങ്ങളാൽ തളരുന്നവർക്ക് യേശുവിൻ്റെ ഈ തിരുമൊഴികൾ ധ്യാനിക്കുമ്പോൾ ലഭിക്കുന്ന ആശ്വാസം അവർണ്ണനീയമാണ്. യഹൂദ മത നേതാക്കന്മാർ തങ്ങളുടെ പാവപ്പെട്ടവരും വിധവകളുമായ അനുയായികളുടെ മേൽ കെട്ടിവയ്ക്കുന്ന വഹിക്കാനാവാത്ത നിയമങ്ങളിലും ചുമതലകളിൽ നിന്ന് യേശു മോചനം വാഗ്ദാനം ചെയ്യുകയാണ്. യഹൂദ മത നേതാക്കന്മാരെ പോലെ അല്ല യേശു. യേശുവിലേക്ക് തിരിയുന്നവർക്ക് വലിയ ആശ്വാസമാണ് അവിടുന്ന് പ്രദാനം ചെയ്യുന്നത്. രണ്ടാമതായി യേശു അരുളി ചെയ്യുന്നു, ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എൻ്റെ നുകം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ, അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. ഒന്നാമത് യേശുവിലേക്ക് തിരിയുന്നവർക്ക് ആശ്വാസം ലഭിക്കുമെന്നാണ് അവിടുന്ന് പറയുന്നത്. എന്നാൽ രണ്ടാമത് ശാന്തശീലനും വിനീത ഹൃദയനുമായ യേശുവിൻ്റെ നുകം വഹിക്കുകയും യേശുവിൽ നിന്ന് പഠിക്കുകയും ചെയ്യുന്നവർക്ക് ആശ്വാസം ലഭിക്കുമെന്നാണ് പറയുന്നത്. അതായത് യേശുവിലുള്ള വിശ്വാസത്തിലേക്ക് കടന്നു വരികയും അവിടുത്തെ സ്നേഹത്തിൻ്റെ നിയമവും ദിവ്യ പ്രബോധനങ്ങളും അനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവർക്ക് വലിയ ആശ്വാസം ലഭിക്കും എന്നർത്ഥം. യേശുവിൻ്റെ നുകം വഹിക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് യേശുവിന് വിധേയപ്പെട്ട് അവൻ്റെ മാർഗനിർദ്ദേശങ്ങളും ദിവ്യ പ്രബോധനങ്ങളും അനുസരിച്ച് ജീവിക്കുക എന്നതാണ്. മൂന്നാമതായി അവിടുത്തെ നുകം വഹിക്കുക എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണ് എന്നാണ് യേശു പറയുന്നത്. അതായത് മറ്റു മത നേതാക്കന്മാരെ പോലെ വഹിക്കാനാവാത്ത ഭാരം യേശു തന്നെ അനുഗമിക്കുന്നവരുടെ മേൽ ചുമത്തുകയില്ല, പ്രത്യേകിച്ച് എളിയവരായ അല്ലെങ്കിൽ പാവപ്പെട്ടവരായ വിശ്വാസികളുടെ മേൽ. ദൈവസ്നേഹത്തെ പ്രതി അവിടുത്തെ നിയമങ്ങൾ പാലിക്കുമ്പോൾ അത് ഭാരമാവുകയില്ല. അവിടുത്തെ സ്നേഹത്തിൻ്റെ നിയമം സ്നേഹത്തിൻ്റെ അരൂപിയിൽ പാലിക്കുമ്പോൾ ഭാരം കുറയും. ഭാരം വഹിക്കുന്ന എളിയവർക്ക് ആശ്വാസം ലഭിക്കുകയും ചെയ്യും. വലിയ നോമ്പിൻ്റെ ഈ കാലയളവിൽ ഈ തിരുവചനം നമുക്ക് മറ്റൊരു സന്ദേശം കൂടെ നൽകുന്നു. നാം ആരുടെയും മേൽ ഭാരം ചുമത്തുന്നവരാകരുത്, പകരം ഭാരം ഇളച്ചു കൊടുക്കുന്നവരും അനേകർക്ക് യേശു വാഗ്ദാനം ചെയ്ത ആശ്വാസം പകർന്നു നൽകുന്നവരുമാകണം. വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ആരെയും ഭാരപ്പെടുത്തുകയും അരുത്. ഇപ്രകാരം ജീവിക്കാനുള്ള കൃപയ്ക്കായി ആഗ്രഹിച്ച് ഇവ നമുക്ക് നിരന്തരം ധ്യാനിക്കാം. സർവശക്തൻ നമ്മെ സഹായിച്ച് അനുഗ്രഹിക്കട്ടെ. ആമേൻ.